إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗതികളും വിലക്കുകളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകുവാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വഖത്ത് നമസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാക്കിയത് അവൻ്റെ ദിക്റിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം വഅഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അപ്പോൾ നാം നമസ്കാരം നിർവഹിക്കുന്നത് അത് റബ്ബിനെ ഓർക്കാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ടും അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഫഇദാ ഖളൈതുമുസ് സ്വലാ, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ 5 നേരത്തെ ഓരോ നമസ്കാരങ്ങളും നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാലും ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക തന്നെ വേണം. ഖിയാമൻ വഖഊദൻ വഅലാ ജുനൂബിക്കും, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. നമസ്കാരം അല്ലാഹുവിനെ ഓർക്കാനാണ്. പക്ഷെ വീണ്ടും പറഞ്ഞത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും അതിൽ നിന്ന് വിരമിച്ചാലും നിങ്ങൾ ഇരുന്നും കടന്നും നിന്നും അല്ലാഹുവിനെ ഓർക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ ഓരോ അടിമകളും യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ഓർക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമസ്കാരം കഴിഞ്ഞാലും ഫദ്കുറുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണമെന്നാണ് റബ്ബിൻ്റെ കൽപ്പന. അതായത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകണമെന്നുള്ളതാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അതിനേക്കാൾ വലിയ മറ്റൊരു കാര്യമില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ 5 നേരത്തെ നമസ്കാര ശേഷം അള്ളാഹുവിനെ ഓർക്കണമെന്ന് അള്ളാഹു പറഞ്ഞതിനെ പ്രാവർത്തികമാക്കി തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചുരുങ്ങിയ രൂപത്തിൽ ഈ ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ഓരോ നമസ്കാര ശേഷവും നമ്മൾ സലാം വീട്ടിയ ഉടനെ നമ്മൾ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണമെന്ന്.
അതിൻ്റെ അർത്ഥം അറിയാത്ത ഒരാളും ഇവിടെ ഉണ്ടാവുകയില്ല. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു നൽകണമേ എന്നുള്ളതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള പദത്തിനർത്ഥം. നമ്മൾ നിർവഹിച്ചത് ഒരു ആരാധനയാണ്, അതൊരു പാപമായിരുന്നില്ല. ആ വ്യക്തി അള്ളാഹുവിനെ ഓർത്ത് നമസ്കരിച്ച നമസ്കാരം ഒരു തിന്മയല്ല, അത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറെ മഹത്തരമായിട്ടുള്ള ഒരു ഇബാദത്താണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓരോ അടിമകളോടും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറയാൻ നമ്മെ പഠിപ്പിച്ചത്? കാരണം ആ നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന ഓരോ ദിക്റിന് പോലും പരിപൂർണമായ അതിൻ്റെ അർത്ഥവും അതേപോലെ തന്നെ ആശയവും ഉൾക്കൊള്ളാൻ നമ്മൾ അശക്തരാണ്. അതേപോലെ നമസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്ന ഓരോ ദിക്റുകളുടെ യഥാർത്ഥത്തിലുള്ള ഗൗരവം അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ഓരോ നമസ്കാരവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ നമസ്കാരത്തിൽ നമ്മളിൽ നിന്നുണ്ടായ വീഴ്ചകൾ നീ എനിക്ക് പുറത്തു നൽകണമേ എന്നുള്ളതാണ് ആ അസ്തഗ്ഫിറുല്ലാഹയുടെ പൊരുൾ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി വെക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മൾ നമസ്കാരത്തിലും ആ പ്രാർത്ഥന നമസ്കാരത്തിന്റെ അവസാന ഭാഗത്തിൽ ചെല്ലാറുണ്ട്. അല്ലാഹുമ്മ അഗ്ഫിർലി മാ ഖദ്ദമതു വമാ അഖറതു വമാ അസ്റർതു വമാ അഗ്ലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. ഈ പ്രാർത്ഥന നമ്മൾ നമസ്കാരത്തിന്റെ അവസാന ഭാഗത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, നമസ്കാര ശേഷവും നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞാൻ രഹസ്യമായിട്ട് ചെയ്തു പോയ തിന്മകൾ നീ എനിക്ക് പുറത്തു തരണം. റബ്ബേ, ഞാൻ പരസ്യമായി ചെയ്തു പോയ തിന്മകളും നീ എനിക്ക് പുറത്തു തരണം. ഞാൻ അമിതമായി ചെയ്തു പോയ പാപങ്ങളുണ്ട്, അതും നീ എനിക്ക് പുറത്തു തരണം. ഞാൻ നേരത്തെ ചെയ്തു വെച്ചതും അതേപോലെ തന്നെ ഞാൻ പിന്നീട് ചെയ്യാൻ ഉദ്ദേശിച്ച് മാറ്റിവെച്ചതുമായ സർവ്വ തിന്മകളും അള്ളാഹു എനിക്ക് നീ പുറത്തു തരണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ ആശയം എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ അവസാനം പറയുകയാണ്, അള്ളാഹുവെ, നീ അല്ലാതെ മറ്റൊരു ആരാധനയില്ല. ഇത് അർത്ഥമറിഞ്ഞുകൊണ്ട് ഇതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നമസ്കാര ശേഷവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ തിന്മകളും പുറത്തു തരണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമസ്കാര ശേഷം നാം നടത്തുന്ന ദുആകളിൽ ഏറ്റവും വലിയ ദുആ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന ഇസ്തിഗ്ഫാറുകളാണ്. രണ്ടാമത്, നാം അള്ളാഹുവിന്റെ തൗഹീദിനെ സ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടത്. നമസ്കാരത്തിൽ ഉടനീളം നമ്മൾ പ്രഖ്യാപിച്ചത് അത് തന്നെയായിരുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്കറിയാം, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്തുകൾ നടത്തുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുക എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രതിജ്ഞയെടുക്കുകയാണ്. നിന്നോട് മാത്രമാണ് ഞങ്ങൾ ദുആ ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഏതൊരു ആപഘട്ടങ്ങൾ വന്നാലും ആ സമയത്തെല്ലാം സഹായം ചോദിക്കാനുള്ളത് റബ്ബേ നീ മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോലും വീണ്ടും ആ നമസ്കാര ശേഷം നമ്മൾ തൗഹീദ് ഉറപ്പിക്കുകയാണ്. അവനിലേക്ക് തൗഹീദിന്റെ പൂർണ്ണമായ രൂപം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഓരോ നമസ്കാരവും യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങനെ നിർവഹിച്ചിട്ടും എന്തേ വീണ്ടും ഇത് ആവർത്തിച്ച് പറയാനുള്ള കാരണം, വീണ്ടും നമ്മുടെ ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആ പ്രാർത്ഥനകൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നമസ്കാര ശേഷവും. പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻതസ്സലാം, നീ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായവനാണ്, എല്ലാ ആളുകൾക്കും സംരക്ഷണം നൽകുന്നവനാണ് റബ്ബേ നീ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് സമാധാനം കിട്ടാനുള്ളത്, നീയാണ് അടിമകളായ ഞങ്ങൾക്ക് സമാധാനം നൽകാനുള്ളത്. തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, ഔന്നത്യത്തിന്റെയും ഔദാര്യത്തിന്റെയും നാഥ, തീർച്ചയായും അനുഗ്രഹപൂർണനാകുന്നു നിങ്ങളെന്ന് അല്ലാഹുവിനെ വാഴ്ത്തുകയാണ് നമ്മൾ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് നമ്മൾ പറയേണ്ടത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നീട് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ആരാധനയില്ല, എല്ലാ സ്തുതികളും അല്ലാഹുവേ നിനക്ക് തന്നെയാണ്, നീയാണ് സർവ്വ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നീട് നമ്മൾ നടത്തുന്നത്. ശേഷം നമ്മൾ പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ നൽകിയത് തടയുവാനോ നീ തടഞ്ഞതിനെ നൽകുവാനോ നീയല്ലാതെ മറ്റൊരാളില്ല എന്നുള്ളതാണ്. നീ എന്താണോ നൽകിയത് ആ നൽകിയതിനെ തടയുവാൻ മനുഷ്യനായ ഒരാൾക്കും കഴിയുകയില്ല. ഇനി നീ തടഞ്ഞതിന് ആർക്കെങ്കിലും ഞങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ അതൊരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ പ്രതാപവും റബ്ബേ അത് നിനക്ക് മാത്രമാണ്. നീ നൽകിയത് തടയാൻ സൃഷ്ടികളായ ഒരാൾക്കും ഇവിടെ സാധ്യമല്ല, നീ തടഞ്ഞതിനെ നൽകുവാൻ ഒരു സൃഷ്ടിക്കും ഇവിടെ സാധ്യമല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് നിന്നിലേക്ക് മാത്രമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറയുകയുള്ളൂ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഓരോ നമസ്കാര ശേഷവും. ഇതൊക്കെ ഓരോ നമസ്കാര ശേഷങ്ങളും നമ്മൾ പറയാറുണ്ട്.
പക്ഷേ ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി നമ്മൾ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട കലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണ്? സുബ്ഹാനല്ലാഹ് എന്നുള്ളതാണ്, അൽഹംദുലില്ലാഹ് എന്നുള്ളതാണ്, അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരിക്കൽ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, റസൂലേ, പണക്കാരായ ആളുകൾ, സമ്പത്തുള്ള ആളുകൾ, അവർ സ്വതക്ക ചെയ്യുന്നുണ്ട്, കഴിവുള്ള ആളുകൾ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നുണ്ട്, അവർ ഞങ്ങളെക്കാൾ പല നന്മകളും ചെയ്യുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഞങ്ങൾക്ക് നാളെ പരലോകത്ത് അവരുടെ ദറജയിലേക്ക് എത്താൻ കഴിയുക? അവർ സമ്പത്തുള്ളത് കൊണ്ട്, ഞങ്ങളെക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യുന്നത് കൊണ്ട് നാളെ പരലോകത്ത് അവർ ഞങ്ങളെക്കാൾ ദറജയിലാകുമ്പോൾ അവരെ കൂടെ എത്താൻ ഞങ്ങൾ എന്താണ് റസൂലെ ചെയ്യേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനോട് ചോദിക്കുകയാണ് സ്വഹാബാക്കൾ. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചില വാചകങ്ങൾ പറഞ്ഞു തരാം. എന്നിട്ട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദറത്തും മൻ സബഖകും വലം യുദ്രികും അഹദും ബഅദകും. നിങ്ങൾക്ക് മുൻ കടന്നുപോയ ആളുകളെ, നിങ്ങളെക്കാൾ കൂടുതൽ നന്മകൾ ചെയ്ത ആളുകളെ പിടിക്കാൻ പറ്റുന്ന, അവരുടെ ഒപ്പം എത്താൻ കഴിയുന്ന, എന്നാൽ ശേഷമുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരിക്കലും എത്താൻ സാധ്യമല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അത് ഏതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ് 33 തവണ നിങ്ങൾ പറയുക, അൽഹംദുലില്ലാഹ് 33 തവണ നിങ്ങൾ പറയുക, അല്ലാഹു അക്ബർ എന്ന് 34 തവണ ഓരോ നമസ്കാര ശേഷവും നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ 100 തികക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ. ഇങ്ങനെ നിങ്ങൾ 100 തികക്കുകയാണ് എങ്കിൽ കടലിന്റെ നുരയോളം പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ട് െങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു നൽകും, മാപ്പാക്കി നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിനെത്ര സമയമാണ് നമുക്ക് ആവശ്യമുള്ളത്? ഓരോ നമസ്കാര ശേഷവും നമുക്ക് സമയമുണ്ട് എങ്കിലും എന്തേ ഇത്തരത്തിലുള്ള ദുആകൾ നടത്താനുള്ള തൗഫീഖ് നമുക്കില്ലാതെയായി പോയത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ചില സെക്കൻഡുകൾ മാറ്റിവെച്ചാൽ തരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ഓരോന്നും നിങ്ങൾ 33 തവണ പറയുക, സുബ്ഹാനല്ലാഹ് 33 തവണ പറയുക, അൽഹംദുലില്ലാഹ് 33 തവണ പറയുക, അല്ലാഹു അക്ബർ 33 തവണ പറയുക. എന്നിട്ട് 100 തികക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നിങ്ങൾ 100 തവണയാക്കി അതിനെ തികക്കുക. ഇങ്ങനെ നിങ്ങൾ 100 തവണ തികക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ തിന്മകളും ഇല്ലാതെയായി പോകുമെന്നാണ്. പക്ഷെ ഇതിനു പോലും സമയമില്ലാത്ത ആളുകളുണ്ട്. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖസ്ലതാൻ, 2 ഖസ്ലത്തുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്നുള്ളതാണ്. എന്താണ് ആ കാര്യം? ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൽ മുസ്ലിമു ഇല്ലാ ദഖലൽ ജന്ന. അത് നിങ്ങൾ മുഹാഫദത്ത് ചെയ്യുകയാണ് എങ്കിൽ, അത് നിങ്ങൾ പതിവാക്കി ചെയ്യുകയാണ് എങ്കിൽ, ഇല്ലാ ദഖലൽ ജന്ന, ആ വ്യക്തി ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വളരെ കുറച്ചാണ്, അത് ചെല്ലാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ആളുകൾ വളരെ കുറവാണ്. അത് ചെല്ലാൻ നിങ്ങൾക്ക് നാവ് കൊണ്ട് എളുപ്പമാണ് എങ്കിലും പക്ഷെ അത് ജീവിതത്തിൽ പകർത്താൻ ചില ആളുകൾക്ക് തൗഫീഖ് ഉണ്ടാവുകയില്ല, അതിനാളുകൾ കുറവായിരിക്കും എന്ന് പറയുകയാണ്. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിഹുല്ലാഹു ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ 10 വയഹ്മദുഹു 10 വയുകബ്ബിറുഹു 10. നിങ്ങൾ ഓരോ നമസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ് 10 തവണ പറയുക, അൽഹംദുലില്ലാഹ് 10 തവണ പറയുക, അല്ലാഹു അക്ബർ 10 തവണ പറയുക. 33 നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ 10 തവണയെങ്കിലും നിങ്ങൾ ഓരോന്നും പറയാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ്. അങ്ങനെ നിങ്ങൾ പറയുകയാണ് എങ്കിൽ, ഇങ്ങനെ ഓരോ 5 വക്തും നിങ്ങൾ 10 തവണ ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ സ്വഹാബാക്കളെ എത്രയായി എന്ന് റസൂൽ ചോദിക്കുകയാണ്. ആ സമയത്ത് അവർ പറഞ്ഞു, 150, റസൂലെ 150 എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, അത് എണ്ണത്തിൽ 150 ആണ് എങ്കിൽ 1050 ഫിൽ മീസാൻ, 1500 പുണ്യമാണ് വരാനിരിക്കുന്ന പരലോകത്ത് മീസാനിൽ നിങ്ങൾക്ക് ലഭിക്കുക എന്ന്. 10 ഇരട്ടിയാണല്ലോ ഓരോ നന്മകൾക്കും അല്ലാഹു പ്രതിഫലം നൽകുക. 150 ഒരു തവണ നിങ്ങൾ പറഞ്ഞാൽ, ഒരു ദിവസം നിങ്ങൾ പറഞ്ഞാൽ, അത് പരലോകത്ത് വരാനിരിക്കുന്ന പരലോകത്ത് നിങ്ങളുടെ മീസാനിൽ അത് 1500 ആയിട്ട് ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും ചെറുതായിട്ട് ഞാൻ നിങ്ങളും കാണേണ്ടതല്ല. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് 33 തവണ പറയുക, അൽഹംദുലില്ലാഹ് 33 തവണ പറയുക, അല്ലാഹു അക്ബർ നിങ്ങൾ 34 തവണ പറയുക. അത് നാവിൽ നിങ്ങൾക്ക് 100 ആണ് എങ്കിലും വരാനിരിക്കുന്ന മീസാനിൽ അത് നിങ്ങൾക്ക് 1000 ഉണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നേരത്തെ പറഞ്ഞ 1500 ഉറങ്ങാൻ കിടക്കുമ്പോൾ 100 തികച്ച് നിങ്ങൾക്ക് 1000 പ്രതിഫലം ഉണ്ടായാൽ ടോട്ടൽ 2500 പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയ്യുക്കും യുദ്നിബു ഫിൽ യൗമി വൽ ലൈല 2500 സയ്യിഅ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ദിവസം 2500 പാപങ്ങൾ ചെയ്യാറുണ്ട് സ്വഹാബാക്കളെ?
2500 നന്മകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ 2500 പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ സഹാബാക്കളെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇല്ല, അതൊരിക്കലും സാധ്യമല്ലല്ലോ. ഒരു ദിവസം 2500 പാപങ്ങൾ ഞങ്ങൾ ചെയ്യുകയോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളെല്ലാം ഈ 2 നന്മകൾ കൊണ്ട് ഇല്ലാതെയായി പോകുമെങ്കിൽ, എത്രയേറെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെങ്കിൽ എന്തിനാണ് നമ്മൾ ഇതെല്ലാം മാറ്റിവെക്കുന്നത്? എത്ര സമയമാണ് നമ്മൾ വെറുതെ ചെലവഴിക്കുന്നത്? പക്ഷേ ഇതൊന്നും ഇവിടെ അറിയാത്ത ആളുകളായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഒരു പ്രാർത്ഥനകൾ പോലും അറിയാത്ത ഒരാളും ഈ സദസ്സിലുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് സഹാബാക്കൾ വീണ്ടും ചോദിച്ചു, റസൂലേ, ഇത് പറയാൻ നിങ്ങൾ എളുപ്പമാണ് എന്ന് പറഞ്ഞല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്താണ് ആളുകൾ ഇത് ചെല്ലാതിരിക്കാനുള്ള കാരണം, ഇത് പറയാതിരിക്കാനുള്ള കാരണം എന്താണ് റസൂലേ? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ് നമ്മൾ നെഞ്ചത്ത് വെക്കേണ്ടത്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഓരോ മനുഷ്യരും നമസ്കാര സമയത്തിലാകുമ്പോൾ അവരുടെ അടുക്കലേക്ക് പിശാചുക്കൾ വരുന്നതാണ്. നമ്മുടെ ഓരോ നമസ്കാര സമയത്തും നമ്മളിലേക്ക് പിശാച് വരുമെന്നുള്ളതാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരാവശ്യം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാവശ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തും. അങ്ങനെ ദുആ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നമസ്കാര ശേഷം പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും നിങ്ങളുടെ അടുക്കലേക്ക് ശൈത്താൻ വരും. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പേ മറ്റ് ചിന്തകളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. അങ്ങനെ നിങ്ങളെ ഉറക്കിക്കളയും. അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ തൗഫീഖ് ഇല്ലാതെയായി പോയ ആളുകളാണോ ഞാനും നിങ്ങളും എന്ന് ആലോചിക്കുക. എത്ര സമയമാണ് നമ്മൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ പുതപ്പെട്ടതിന് ശേഷം നമ്മുടെ കൈകളിൽ നമ്മുടെ മൊബൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഓരോ സെക്കൻഡുകളും മിനിറ്റുകൾ മണിക്കൂറുകളായി മാറുന്നത് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഒരൊറ്റ മിനിറ്റ് മതി ഈ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ചൊല്ലി തീർക്കാൻ. നമുക്ക് സമയമില്ലാതെയായി പോകുന്നു എന്നുള്ള സത്യാവസ്ഥയാണ്. ഇതൊന്ന് ചൊല്ലിയാൽ എത്രയേറെ പ്രതിഫലമാണ് ഒരു ദിവസം നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ എത്രയേറെ നന്മകളെയാണ് പിശാച് നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമസ്കാരത്തിന് ശേഷമുള്ള തക്ബീറുകളും തസ്ബീഹുകളും അതേപോലെ തന്നെ തഹ്മീദുകൾക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം റബ്ബിന്റെ സ്വർഗ്ഗമാണ് ഞാൻ നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത്. ആ സ്വർഗ്ഗത്തിനു വേണ്ടി നമ്മൾ ഓരോ നമസ്കാര ശേഷവും ചോദിക്കണം എന്നുള്ളതാണ്. എല്ലാ നമസ്കാര ശേഷവും ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്യുകയാണ് എങ്കിൽ ലം യംനഉ മിൻ ദുഖൂലിൽ ജന്ന ഇലൽ മൗത്ത്, ആ മനുഷ്യന് മരണമല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ മറ്റൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. എന്ത് ചെല്ലുകയാണെങ്കിൽ, ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ മരണമല്ലാതെ അവർക്ക് ആ സ്വർഗ്ഗത്തിന് യാതൊരുവിധ തടസ്സവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് എല്ലാ നമസ്കാര ശേഷവും. അതുകൊണ്ട് ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാര ശേഷവും നമ്മളോട് പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഓതാൻ കഴിയുമെങ്കിൽ അതിനെ നിങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് റസൂൽ. അതുകൊണ്ട് 3 സൂറത്തുകൾ അറിയാത്ത ആളുകൾ ആരുമില്ല. സെക്കൻഡുകൾ മതി അതിനും. അതും നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഈ ലോകത്തിലെയും പരലോകത്തിലെയും സർവ്വ ശർറുകളിൽ നിന്നും മനുഷ്യനെ രക്ഷ നൽകുന്നതാണ് ഈ സൂറത്തുകളിൽ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഈ 3 സൂറത്തുകളും ഓരോ നമസ്കാര ശേഷവും നമ്മൾ പ്രാവർത്തികമാക്കണം. നരക ശിക്ഷയിൽ നിന്നും നമ്മൾ രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു കാര്യം, റബ്ബിക്നി അദാബക് യൗമ തുബഅസു ഇബാദക്, അല്ലാഹുവേ നിന്റെ അടിമകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസം, ആ ഖിയാമത്ത് നാളിൽ നരക ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയും നമ്മൾ ഓരോ നമസ്കാര ശേഷവും പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഫജ്ർ നമസ്കാര ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല, അല്ലാഹുവേ ഉപകാരപ്പെടുന്ന അറിവ് ഞങ്ങൾക്ക് നീ നൽകണമേ, അതേപോലെ തന്നെ ഹലാലായ ഉപജീവനം ഞങ്ങൾക്ക് നീ നൽകണമേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഓരോ ഫജ്ർ നമസ്കാര ശേഷവും നമ്മൾ നിർവഹിക്കേണ്ടതാണ്. ഇപ്രകാരം നമസ്കാര ശേഷം റബ്ബിനെ ഓർക്കാനും സ്വർഗ്ഗം ആവശ്യപ്പെടാനും നരകത്തിൽ നിന്ന് മോചനം തേടാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്, ധാരാളമായിട്ട് അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ അഅദ്ദലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ, അവർക്ക് നാളെ പരലോകത്ത് മഗ്ഫിറത്ത് ഉണ്ടാകും. അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കും വരാനിരിക്കുന്ന പരലോകത്ത് അവർക്ക് ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സ്വർഗ്ഗം നേടിയെടുക്കാനും നരകത്തിൽ നിന്ന് മോചനം നേടാനും ഇഹലോകത്തും പരലോകത്തും നന്മകൾ നമുക്ക് കിട്ടുവാനും വേണ്ടി നമ്മൾ ഇത്തരം ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദിക്റുകൾ, ദുആകൾ നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു ഇബാദല്ലാഹ്, അള്ളാഹുവിനെ സൂചിപ്പിക്കണമെന്ന് എന്ന് ഒരിക്കൽ കൂടി ഒത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. ബലിപെരുന്നാളിൻ്റെ 2ാമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമുണ്ട്. ബലിപെരുന്നാൾ നമ്മളെ പഠിപ്പിച്ചത് ത്യാഗം മാത്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഓരോ പെരുന്നാളുകളും പങ്കുവെക്കൽ കൂടികളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസികളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുന്നവൻ ആകാൻ പാടില്ല, മറിച്ച്
അവൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും മറ്റുള്ള മനുഷ്യർക്ക് കൂടി ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ ഭാഗവാക്കാകാൻ ശ്രമിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ദുഃഖം ഇല്ലാതെയാക്കി കൊടുക്കുമ്പോൾ, കുറച്ചു കൊടുക്കുമ്പോൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രയാസങ്ങൾ ഇല്ലാതെയാക്കി കൊടുക്കുമ്പോൾ അള്ളാഹു അവരുടെ ദുഃഖവും പ്രയാസങ്ങളും ഇല്ലാതെയാക്കി കൊടുക്കുമെന്നുള്ളതാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുകയാണ് എങ്കിൽ ആകാശത്തുള്ളയാൾ, അതായത് അള്ളാഹു, അവരോട് കരുണ കാണിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായി നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ശാരീരികമായി, മാനസികമായി അവരുടെ കൂടെ നിൽക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അത് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ്. അള്ളാഹുവിന് ഇഷ്ടം മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന, ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതിരിക്കുക, ഉപകാരം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ